ശരീരഭാരം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ഭക്ഷണത്തിൽ ഞാൻ ഇനി ഈ പറയുന്ന കാര്യങ്ങൾ ആഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവർക്ക് അവരുടെ ശരീരഭാരം റെഗുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതിനി എത്ര അവർ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിച്ചെന്ന് പറഞ്ഞാലും, എത്ര സാലഡ്സ് കട്ട് ചെയ്ത് കഴിച്ചു എന്ന് പറഞ്ഞാലും, എത്ര മീല് സ്കിപ്പ് ചെയ്തു എന്ന് പറഞ്ഞാലും, ഇനി ഏതൊക്കെ കമ്പനിയുടെ ജ്യൂസ് മേടിച്ച് കുടിച്ചു എന്ന് പറഞ്ഞാലും, നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് പ്രോട്ടീൻ. ഏതിലൊക്കെയാണ് പ്രോട്ടീൻ ധാരാളമായിട്ടുള്ളത്? ചിക്കനിലും, മുട്ടയിലും, ഫിഷിലും, ബീഫിലും, മട്ടനിലും, പോർക്കിലും, ഈവൻ നട്ട്സിലും ഒക്കെ പ്രോട്ടീൻസ് ഉണ്ട്. അപ്പോൾ ഇതിലെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, പ്രോട്ടീനെ പറ്റി പറയുമ്പോൾ മിക്ക ആളുകളുടെയും ഒരു കൺസേൺ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ വെജിറ്റബിൾസ് തിന്നിട്ട് തന്നെ എന്റെ ശരീരഭാരം ഇത്രയും കൂടാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും ചിക്കനും മുട്ടയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്രയും ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരഭാരം പിന്നെയും കൂടത്തില്ലേ എന്നൊരു പേടി കാണും. ആ പേടി മാറ്റാനാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ശ്രമിക്കുന്നത്. മനസ്സിലാക്കുക, രണ്ട് തരത്തിലുള്ള പ്രോട്ടീൻ ആണുള്ളത്. ഒരെണ്ണം ലീൻ പ്രോട്ടീൻ, മറ്റൊരെണ്ണം നോൺ ലീൻ പ്രോട്ടീൻ. നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഡയറ്റിൽ പൂർണ്ണമായും വിശ്വസിച്ച് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ലീൻ പ്രോട്ടീൻസ്. എന്താണ് ലീൻ പ്രോട്ടീൻസ്? ധാരാളമായിട്ട് പ്രോട്ടീൻ കിട്ടുകയും കുറഞ്ഞ അളവിൽ മാത്രം ഫാറ്റ് ഉള്ളതുമായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ലീൻ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കാലറി വളരെ കുറവായിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ലീൻ പ്രോട്ടീൻ ഉദാഹരണങ്ങൾ? ചിക്കൻ ബ്രസ്റ്റ് ഒരു വളരെ നല്ല ഉദാഹരണമാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ലീൻ പ്രോട്ടീൻ ആണ്. നിങ്ങളുടെ ഫുഡിൽ ഒരു 200 ഗ്രാം ചിക്കനൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആഡ് ചെയ്യാം. എഗ് വൈറ്റ് വളരെ നല്ല ഒരു ലീൻ പ്രോട്ടീൻ ഉദാഹരണമാണ്. ടോഫു വളരെ നല്ലൊരു ലീൻ പ്രോട്ടീൻ ആണ്. സോയ നല്ലൊരു ലീൻ പ്രോട്ടീൻ ആണ്. ഗ്രീക്ക് യോഗട്ട് നല്ലൊരു ലീൻ പ്രോട്ടീൻ ആണ്. ഇനി നമുക്ക് നോൺ ലീൻ പ്രോട്ടീനിലോട്ട് പോകാം. അതായത് നമ്മുടെ ഫുഡിൽ വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഫുഡിൽ മോഡറേറ്റ് ലെവലിൽ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി എന്ന് പറയുന്ന ഫുഡ് ഏതൊക്കെയാണ്? കൊഴുപ്പോട് കൂടിയ ബീഫിന്റെ കട്ട്, അല്ലെങ്കിൽ മട്ടൻ, അല്ലെങ്കിൽ പനീറിലൊക്കെ ധാരാളമായിട്ട് കൊഴുപ്പ് അടങ്ങിയിരിക്കുന്നു. നല്ല കൊഴുപ്പ് തന്നെയാണെങ്കിൽ പോലും അത് നമ്മുടെ ശരീരഭാരം കൂടാനായിട്ട് കാരണം, അല്ലെങ്കിൽ നമ്മുടെ കാലറി ഡെഫിസിറ്റിൽ നിൽക്കുമ്പോൾ അതിനേക്കാളും നല്ലത് എപ്പോഴും എഗ് വൈറ്റ് തന്നെയാണ്. അപ്പൊ പനീർ, ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മുടെ ഫുഡിൽ നിന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് എത്രത്തോളം ഗ്രാം പ്രോട്ടീൻ കഴിക്കണം, അല്ലെങ്കിൽ എത്ര ഫിഷ് കഴിക്കണം, അല്ലെങ്കിൽ എത്ര എഗ് കഴിക്കണം, എത്ര ചിക്കൻ കഴിക്കണം. നമുക്ക് ഓരോ ആളുകളുടെയും ശരീരം വ്യത്യസ്തമാണ്. എനിക്ക് 70 കിലോ ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കേണ്ട മുട്ടയുടെ തോതല്ല 100 കിലോ ഉള്ള ഒരാൾ വെയിറ്റ് ലോസിന് കഴിക്കേണ്ടത്. അപ്പോൾ ഓരോരുത്തർക്കും എത്രത്തോളം കഴിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളും കൂടി നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉറപ്പായിട്ട് പറഞ്ഞുതരാം. അതുകൊണ്ട് തന്നെ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അതോടൊപ്പം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടി പറഞ്ഞുതരാം. ഈ വീഡിയോസ് ഞാനിങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡയറ്റ് എടുക്കാനുള്ള ഒരു നോളജ് ഉണ്ടായി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫാമിലി ആർക്കെങ്കിലും ഓവർ വെയിറ്റ് ഉണ്ടെങ്കിലോ, നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ എൻ്റെ പേജ് ഒന്ന് അയച്ചു കൊടുക്കുക. അവരൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കട്ടെ. ഉറപ്പായിട്ടും ഇതുകൊണ്ട് അവർക്ക് ഉപകാരം ഉണ്ടാവും. ഒരിക്കലും ഒരു മിസ് ഇൻഫർമേഷൻസ് ഞാൻ ഈ പേജിൽ കൂടി പാസ് ചെയ്യുന്നതല്ല. അതല്ല, നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ സമയമില്ല, നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ട് ഡയറ്റ് പ്ലാൻ കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം കസ്റ്റം ചെയ്തുള്ള നിങ്ങളോട് ഒരു മണിക്കൂറോളം സംസാരിച്ച് നിങ്ങളുടെ കണ്ടീഷൻസ് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ഡയറ്റ് പ്ലാൻ ഞാൻ നിങ്ങൾക്ക് കൊണ്ട് ചെയ്തുതരും. അതൊരു പെയ്ഡ് ഡയറ്റ് പ്ലാൻ ആയിരിക്കും. താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫോളോ ചെയ്ത് വെച്ചേക്കാം കേട്ടോ.